രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ 80ാം വാർഷികമായ മെയ് 9-ന് മോസ്കോയിൽ നടക്കുന്ന വിജയദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹിയിലേക്ക് ഔദ്യോഗിക ക്ഷണം അയച്ചിട്ടുണ്ടെന്നും ഉന്നതതല സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡൻകെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണിപ്പോൾ. ഈ വർഷം തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് ഉദ്ധരിച്ച റുഡൻകോ ചൊവ്വാഴ്ച വ്യക്തമാക്കി. മോസ്കോയിലെ ഐക്കണിക് റെഡ് സ്ക്വയറിൽ നടക്കുന്ന വാർഷിക സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി സൗഹൃദ രാജ്യങ്ങളുടെ നേതാക്കൾക്ക് റഷ്യ സമാനമായ ക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നിരുന്നാലും മെയ് 9-ന് നടക്കുന്ന വിജയദിന പരേഡിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളോട് ടാസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രി മോദി നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെതിരെ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് കഴിഞ്ഞ മാസം മോസ്കോയിൽ നിന്നും സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത്. പുടിന്റെ സന്ദർശന തീയതി അന്തിമമാക്കിയിട്ടില്ലെങ്കിലും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലൂടെയും പതിവ് ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയും ഇരു നേതാക്കളും സ്ഥിരമായി നയതന്ത്ര ഇടപെടൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. 2024 ജൂലൈയിലാണ് പ്രധാനമന്ത്രി മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത്. ഏകദേശം 5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. അതിനു മുമ്പ് 2019 ഒരു സാമ്പത്തിക കോൺക്ലേവിൽ പങ്കെടുക്കാൻ അദ്ദേഹം വ്ളാഡിവോസ്റ്റോക്കിലേക്കും പോയിരുന്നു. 2024 സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനുമായി വിപുലമായ ചർച്ചകൾ നടത്തുകയും റഷ്യൻ നേതാവിന് ഇന്ത്യ സന്ദർശിക്കാനുള്ള ക്ഷണം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ക്രെംലിൻ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ആഗോള സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിനെ, പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാടിനെ മോസ്കോ പ്രശംസിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് യുക്രൈൻ പ്രതിസന്ധിയിൽ സന്തുലിത നിലപാട് നിലനിർത്തുന്നതിനും സംഭാഷണത്തിലൂടെ അതിൻ്റെ പരിഹാരത്തിനായി വാദിക്കുന്നതിനും ന്യൂഡൽഹിയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എല്ലാ വർഷവും മെയ് 9-ന് നടക്കുന്ന വരാനിരിക്കുന്ന വിജയദിന പരേഡ് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന ചടങ്ങുകളിൽ ഒന്നാണ്. നാസി ജർമ്മനിക്കെതിരായ സോവിയറ്റ് സൈന്യത്തിന്റെ വിജയത്തെ അനുസ്മരിക്കുന്നതാണിത്. യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചതിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷത്തെ പരിപാടിക്ക് പ്രത്യേകത വളരെ അധികമുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള വെടിനിർത്തൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്വാഡ് ഉച്ചകോടിക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യമായ സന്ദർശനം ഉയർന്ന നയതന്ത്ര പ്രവർത്തനങ്ങളുടെ സമയത്തായിരുന്നു എന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധം ഇനി എത്രത്തോളം റഷ്യ കാത്തുസൂക്ഷിക്കും എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.